നമസ്കാരം. LP-UP സൈക്കോളജിയുടെ ചോദ്യപ്പെട്ടി നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡാണ്. അത് LP-UP ആയാലും HSA ആയാലും HSST ആയാലും ഒക്കെ നമ്മൾ ഈ ചോദ്യപ്പെട്ടി മെത്തേഡ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു എന്ന് ഉപയോഗിച്ചവരും റാങ്ക് ലിസ്റ്റ് ഇടം പിടിച്ചവരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് HSSTയിലും ഇതേ മെത്തേഡ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അടുത്ത LP-UP ഫോക്കസ് ചെയ്യുന്നവർക്ക്, സൈക്കോളജി പ്രശ്നമായിട്ടുള്ളവർക്ക് LP-UP സൈക്കോളജിയുടെ മുഴുവൻ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസിലൂടെ സൈക്കോളജി പഠിക്കുന്ന, തിയറിക്കൊപ്പം തന്നെ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുന്ന എക്സ്ട്രാ ഒരു കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുന്ന രീതിയിൽ ആപ്പിൽ ഫുൾ വേർഷൻ ലഭ്യമാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് എത്തിയിരിക്കുന്നത് ഈ LP-UP സൈക്കോളജിയിൽ ചോദ്യപ്പെട്ടിയിൽ നിന്ന് എടുത്തിട്ടുള്ള 5 ഹോട്ട് ടോപ്പിക്സുമായിട്ടാണ്, 5 ഹോട്ട് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. LP-UP ചോദ്യപ്പെട്ടി എന്ന് പറയുമ്പോൾ അതിൽ മുഴുവൻ ചോദ്യങ്ങളാണ്. അതിൽ 5 സുപ്രധാനമായ ചോദ്യങ്ങളും അതിന്റെ അഡീഷണൽ ഫാക്റ്റുകളും. ഇത് നിങ്ങളുടെ ഫീഡ്ബാക്ക് പങ്കുവയ്ക്കണം. നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ടോ ഈ ക്ലാസ് എന്നുള്ള ഉറപ്പായിട്ടും പറയണം. എന്നിട്ട് വേണം ഓരോ വീഡിയോസിലും ഇതുപോലെ 5 ഹോട്ട് ടോപ്പിക്കും അതിന്റെ എക്സ്ട്രാ ഫാക്ടറുകളും ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്ക് ലഭ്യമായ ശേഷം മാത്രമേ അതിലേക്ക് പോകത്തുള്ളൂ. സോ LP-UP സൈക്കോളജി ചോദ്യപ്പെട്ടിയിലെ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ അഡീഷണൽ ഫാക്ടറുകളിലേക്കും നമുക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തതേത്? ശാരീരിക വീര്യം, സഹാനുഭൂതി, ആത്മനിയന്ത്രണം, ആത്മാവബോധം. എന്നോട് എല്ലാവരും പറയാറുള്ള കാര്യം, സൈക്കോളജി ചോദ്യപ്പെട്ട് പഠിക്കുമ്പോൾ മലയാളത്തിൽ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സാറേ, അത് ഇംഗ്ലീഷിൽ പറയാമെന്ന് ചോദിക്കും. ഇപ്പൊ ഇംഗ്ലീഷിൽ ഞാൻ ചോദ്യപ്പെട്ടിയിൽ പറഞ്ഞു കൊടുക്കാറില്ല. കാരണം LP-UP സൈക്കോളജിയിൽ പച്ച മലയാളത്തിലെ ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് മാക്സിമം നമ്മൾ മലയാളത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഇംഗ്ലീഷ് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ശാരീരിക വീര്യം എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ വരിക. വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് ശാരീരിക വീര്യമാണ്. അപ്പൊ ഇതായിരുന്നു അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ പറയുകയാണെങ്കിൽ, വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്? ഫിസിക്കൽ വൈകാരാണ്. എംപതിയും സെൽഫ് റെഗുലേഷനും സെൽഫ് അവയർനെസ്സും അഥവാ സഹാനുഭൂതി, ആത്മനിയന്ത്രണം, ആത്മാവബോധം ഒക്കെ അതിനകത്ത് വരുമ്പോൾ ശാരീരിക വീര്യം എന്ന് പറയുന്നത് വരുന്നില്ല. ഇത് എവിടെ നിന്നാണ് നമ്മൾ അറിയണം. ഡാനിയൽ ഗോൾമാന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി മാതൃക. അതിൽ 5 പ്രധാനപ്പെട്ട മേഖലകളുടെ മലയാളത്തിലുള്ള കണ്ടന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇപ്പൊ എത്തിക്കാൻ പോകുന്നത്. 5 പ്രധാനപ്പെട്ട കണ്ടന്റ് ഡാനിയൽ ഗോൾമാന്റെ കാണാതെ പഠിച്ചോണം, മനസ്സിലാക്കിയും പഠിച്ചോണം. അതായത് ടേംസ് കാണാതെ പഠിച്ചോണം, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചോണം. സെൽഫ് അവയർനെസ്, ഒരാൾക്ക് വൈകാരിക ഇമോഷണൽ ആയിട്ട് കൺട്രോൾ ഉള്ള, ഇമോഷണൽ ഇന്റലിജൻസ് കൂടെയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാവും, ആത്മബോധം ഉണ്ടാവും. സ്വന്തം വികാരങ്ങൾ, കരുത്തുകൾ, പരിമിതികൾ എന്നിവ തിരിച്ചറിയാനുള്ള കഴിവാണ്. നമ്മൾ ദേഷ്യപ്പെട്ട് പ്രതികരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ദേഷ്യം വരുന്നുണ്ടെന്ന് സ്വയം തിരിച്ചറിയുന്നത് അത്തരത്തിലൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്നാണ് സെൽഫ് റെഗുലേഷൻ അല്ലെങ്കിൽ സെൽഫ് മാനേജ്മെന്റ്, സ്വയം നിയന്ത്രണം. നമുക്കറിയാം സെൽഫ് അവയർനെസ് ഉണ്ട്, പക്ഷെ സെൽഫ് കൺട്രോളോട് വേണ്ടേ, അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷനോട് വേണ്ടേ? പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കാനും ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള കഴിവ്. ഇപ്പൊ ദേഷ്യം വരുമ്പോൾ സ്വയം ശാന്തനാവാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വയം നിയന്ത്രണമുണ്ട്. ആത്മാവബോധം, സ്വയം നിയന്ത്രണം. ആന്തരിക പ്രേരണ, മോട്ടിവേഷൻ, കേവലം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യാനും ലക്ഷ്യത്തിലെത്താനുള്ള ആഗ്രഹം. സ്ഥിരോത്സാഹം, ശുഭാപ്തി വിശ്വാസം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മോട്ടിവേഷൻ വേണ്ടേ? ആ സെന്റൻസിൽ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്, എന്നാലും നമുക്ക് സ്ഥിരോത്സാഹം ഉണ്ടാവും. അതാണ് എന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എനിവേ, മോട്ടിവേഷൻ, ആന്തരിക പ്രേരണ, സെൽഫ് റെഗുലേഷൻ, സെൽഫ് അവയർനെസ്, ആത്മബോധവും സ്വയം നിയന്ത്രണവും ഓർത്തിരിക്കാം. അടുത്താണ് എംപതി, സഹാനുഭൂതി. ഇമോഷൻ ഇന്റലിജൻസ് ഉള്ള ഒരാൾക്ക് എന്തുണ്ടാവും? മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും, സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നതിനൊപ്പം മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പരസ്പരം നല്ല റിലേഷൻസ് സ്ഥാപിക്കുവാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരോടൊക്കെ പെരുമാറാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എംപതി ഉണ്ട്, സഹാനുഭൂതിയുണ്ട്. സാമൂഹിക നൈപുണ്യം, സോഷ്യൽ സ്കിൽസ്, വ്യക്തിബന്ധങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുക, ആശയവിനിമയം നടത്തുക, നേതൃത്വം നൽകുക, തർക്കങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് ഈ സാമൂഹിക നൈപുണ്യത്തിൽ വരുന്നത്. ആത്മബോധം, സ്വയം നിയന്ത്രണം, ആന്തരിക പ്രേരണ, സഹാനുഭൂതി, സാമൂഹിക നൈപുണ്യം. ഡാനിയൽ ഗോൾമാന്റെ വിഖ്യാതമായ ആ ഇമോഷൻ ഇന്റലിജൻസ് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിലില്ലാത്ത ഏതായിരുന്നു? എംപതിയും സെൽഫ് റെഗുലേഷനും സെൽഫ് അവയർനെസ് ഉണ്ടപ്പോൾ ഫിസിക്കൽ വെഗർ എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡാനിയൽ ഗോൾമാൻ, മറക്കണ്ട. ഗോൾമാന്റെ ഇംഗ്ലീഷിലുള്ള കാര്യം വായിക്കേണ്ടവർക്ക് കൂടെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷിൽ കൂടി തരാൻ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നിട്ടുണ്ട്. സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷൻ, എംപതി, സോഷ്യൽ സ്കിൽസ്. ക്ലിയർ ആണേ? അപ്പൊ ഇത് പഠിച്ചു വെച്ചു, ഇനിയും പ്രതീക്ഷിക്കാം. അതേപോലെ ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ഒരെണ്ണം, റിപ്പീറ്റഡ് ആയിട്ട് ഡാനിയൽ ഗോൾമാൻ ക്വസ്റ്റ്യൻ വരുന്നത് പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യം, ലോഹങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു എന്ന കാര്യം പല ലോഹ പരീക്ഷണങ്ങളിലൂടെ ഒരു ഫിസിക്സ് അധ്യാപിക കുട്ടികൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. ഇതിൽ നിന്നും എല്ലാ ലോഹങ്ങളും ചൂടാകുമ്പോൾ വികസിക്കുമെന്ന പൊതു തത്വത്തിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? മനപ്പാഠം പഠിക്കലാണോ,
ആഗമന യുക്തി ചിന്തയാണോ, നിഗമന യുക്തി ചിന്തയാണോ, അമൂർത്ത യുക്തി ചിന്തയാണോ? മെറ്റൽസ് ചൂടാകുമ്പോൾ വികസിക്കുന്നു. അത് പല ലോഹങ്ങളെ പരീക്ഷണങ്ങളിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഫിസിക്സ് അധ്യാപിക കുട്ടികൾക്ക് എത്തുകയാണ്. ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായ തത്വത്തിലേക്ക് എത്തുന്ന രീതി ആവർത്തിക്കുന്നതാണ്, ആവർത്തിച്ച് തെറ്റിക്കുന്നതുമാണ് എന്ന് കൂടി ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആഗമന യുക്തി ചിന്തയാണ് ഇവിടുത്തെ ആൻസർ. മനപ്പാഠം പഠിക്കൽ നിങ്ങൾ ആദ്യം വിട്ടും, എനിക്കറിയാം. അമൂർത്ത യുക്തി ചിന്ത എന്നുള്ളതും വേണമെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ വെട്ടിക്കളയും. ആഗമനമാണോ നിഗമനമാണോ എന്ന് ഡൗട്ട് വരാം. ആഗമനം എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റീസണിങ്, നിഗമനം എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് റീസണിങ്. നേരെ മറിച്ച് ഒരു ഫിസിക്സ് ഞാനൊരു ഫിസിക്സ് അധ്യാപകൻ കൂടിയാണ്, സൈക്കോളജി പഠിപ്പിക്കും, ഫിസിക്സ് അധ്യാപകൻ കൂടിയാണ്. ഫിസിക്സിന്റെ ക്ലാസ്സിൽ ചെന്നിട്ട് ഞാൻ പറയാണ്, മക്കളെ എല്ലാ ലോഹങ്ങളും ചൂടാകുമ്പോൾ വികസിക്കുന്നു, എല്ലാ ലോഹങ്ങളും ചൂടാകുമ്പോൾ വികസിക്കുന്നു, നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ തിരിച്ചു നിഗമന യുക്തി ചിന്ത, നിഗമന യുക്തി ചിന്ത, ഡിഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ DGP, ഡിഡക്റ്റീവ്, ജനറൽ ടു പർട്ടിക്കുലർ, പൊതുവായ ഒരു തത്വത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക് ചെല്ലുന്നു. ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് തിരിച്ച് പർട്ടിക്കുലർ ടു ജനറൽ ആണ്, ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് എത്തുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സാധനമാണ് എന്ന് മറക്കണ്ട. അപ്പൊ അവിടെ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക, ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്, പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൊവാർഡ് ഗാർട്ട്നറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ പെടാത്തതേത്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ, ഹൊവാർഡ് ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ പെടാത്തതേത്? യുക്തി ഗണിതപര ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, വൈകാരിക ബുദ്ധി. ഹൊവാർഡ് ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ പെടാത്തത്. ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 8 എണ്ണവും +1 പഠിക്കേണ്ടതാ. അതിൽ ഒരെണ്ണം ഇല്ല, നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടു. വൈകാരിക ബുദ്ധി പുള്ളിയായിട്ട് യാതൊരു ബന്ധവുമില്ല. യുക്തി ഗണിതപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ഡാനിയൽ ഗോൾമാന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ബഹുമുഖ സിദ്ധാന്തം എന്ന് പറയുന്നത്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയുടെ മലയാളമാണ്. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Which among the following does not belongs to multiple intelligence given by Howard Gardner? ലോജിക്കൽ മാത്തമാറ്റിക്കൽ, അതാണ് നിങ്ങളുടെ യുക്തി ഗണിതപര ബുദ്ധി. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി. വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്, ദൃശ്യസ്ഥലപര ബുദ്ധി. ഇമോഷണൽ ഇന്റലിജൻസിന്റെ മലയാളമാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കേണ്ട സാധനം പറഞ്ഞുതരാം. ഹൊവാർഡ് ഗാർട്ട്നറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ വിവിധ തരം ബുദ്ധിശക്തികൾ നമുക്ക് മലയാളത്തിൽ പഠിക്കണം. ആ മലയാളത്തിലുള്ള പരിഭാഷ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഭാഷാപരമായ ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, എഴുതാനും സംസാരിക്കാനും ഒക്കെയുള്ള കഴിവ്, ഭാഷാപരമായ ബുദ്ധി. തർക്കശാസ്ത്രപരവും ഗണിതപരവുമായ ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. യുക്തിപരമായിട്ടുള്ള ബുദ്ധി എന്നും പറയാം കേട്ടോ. ഗണിതപരവും യുക്തിപരവുമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. തർക്കശാസ്ത്രം എന്നുള്ളതിന് പകരം യുക്തിപര ഗണിതശാസ്ത്ര ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. യുക്തി ഗണിതപര ബുദ്ധി എന്ന് പറയുന്നത് തന്നെയാണ് അത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് രണ്ടിൽ ഏത് വന്നാലും അറിയണം, അതുകൊണ്ടാണ്. സംഗീതപരമായ ബുദ്ധി, മ്യൂസിക്കൽ ഇന്റലിജൻസ്. ശാരീരിക ചലനപരമായ ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. കൈകാലുകൾ ഉപയോഗിച്ചുകൊണ്ട് സൈക്കിൾ ചവിട്ടാനും മറ്റ് ആക്ടിവിറ്റി ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ശാരീരിക ചലനപരമായ ബുദ്ധി ശക്തി നിങ്ങൾക്കുണ്ട്. ദൃശ്യസ്ഥല സംബന്ധിയായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. ഒരു മാപ്പ് വരയ്ക്കാൻ, ഒരു ഭൂപടം ഉണ്ടാക്കാൻ, ഒരു ഏരിയയിൽ ഒരു കൊളാഷ് ഉണ്ടാക്കാനൊക്കെ കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൃശ്യസ്ഥലപര സംബന്ധിയായിട്ടുള്ള ബുദ്ധി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അടുത്തത് വ്യക്ത്യാന്തര ബുദ്ധി. വ്യക്ത്യാന്തര ബുദ്ധി അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, ഇന്റർപേഴ്സണൽ. മാറിപ്പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും വ്യക്ത്യാന്തര ബുദ്ധി, മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. വ്യത്യന്തർഗത ബുദ്ധി അല്ലെങ്കിൽ ആന്തരിക വൈയക്തിക ബുദ്ധി, അതാണ് അതിന്റെ മറ്റൊരു മലയാളം. എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്ന വേർഡ് മറ്റതാണ് കേട്ടോ. ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്ത്യാന്തർഗത എന്നും പറയാം, പക്ഷെ കൂടുതലും ചോദിക്കാറുള്ളത് ആന്തരിക വൈയക്തിക ബുദ്ധി എന്നാണ്. ആന്തരിക വൈയക്തിക ബുദ്ധി എന്നാൽ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിന്റെ കൂട്ടത്തിൽ തന്നെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് കൂടി പഠിച്ചോണം, മറന്നു പോകരുത്. ആന്തരിക വൈയക്തിക ബുദ്ധി പഠിച്ചു. ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്ത്യാന്തർഗത ബുദ്ധി എന്നും പറയാം. സ്വയം മനസ്സിലാക്കാനുള്ള കഴിവാണ്. നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും ഒക്കെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് രണ്ടും മാറിപ്പോകുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നതാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി പ്രകൃതി വിഷയപരമായ ബുദ്ധി അല്ലെങ്കിൽ പ്രകൃതിപരമായ ബുദ്ധി, പ്രകൃതി വിഷയം പ്രകൃതിപരം രണ്ടും ഒന്ന് തന്നെയാണ്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, പ്രകൃതി വിഷയകരമായ ബുദ്ധി അല്ലെങ്കിൽ പ്രകൃതിപരമായ ബുദ്ധി. ഇവിടുത്തെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ പ്രകൃതിപരമായ ബുദ്ധി. അതെന്താ? അത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. 9ാമത്തെ ഒരെണ്ണം കൂടി അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്, അസ്തിത്വപരമായ ബുദ്ധി അല്ലെങ്കിൽ
എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആഴമേറിയ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവും താല്പര്യവും. തത്വചിന്തകർ, ദൈവശാസ്ത്രജ്ഞര്, ഇവരൊക്കെ അസ്തിത്വപരമായ ബുദ്ധിയുള്ളവരാണ്, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ളവരാണ്. 9ാമത്തത്. അപ്പൊ 9 എണ്ണവും പഠിച്ചോളം. ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റും. ഈ ലിസ്റ്റിൽ ആരില്ല? ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി ഇല്ല. ഡാനിയൽ ഗോൾമാന്റേതാണ് വൈകാരിക ബുദ്ധി. പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികളെ തെറ്റിക്കാനായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഇമോഷണൽ ഇന്റലിജൻസും മൾട്ടിപ്പിൾ ഇന്റലിജൻസും മിക്സ് ചെയ്തുള്ള ചോദ്യം ആവർത്തിക്കുന്നതാണ്. ഹോട്ട് ടോപ്പിക്കാണ്, പഠിച്ച് തീർത്തു പൊക്കോണം. ഇതുപോലെ ചോദ്യപ്പെട്ടിയിലൂടെ ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസും 10,000-ഓളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് എൻട്രിയിലുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്താൽ എഫക്റ്റീവ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാവും. 20-ൽ 20 നേടിയവരുണ്ട് കഴിഞ്ഞ LPUP സൈക്കോളജിയിൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലിംഗ്വിസ്റ്റിക്, ലോജിസ്റ്റിക്കൽ, മാത്തമാറ്റിക്കൽ, മ്യൂസിക്കൽ, ബോഡിലി കൈനസ്തെറ്റിക്, വിഷ്വൽ സ്പേഷ്യൽ, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസുകൾ. ദെൻ 9ാമത്തായിട്ട് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. മറക്കണ്ട, പ്രധാനപ്പെട്ടതാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ഏറ്റവും അടിസ്ഥാനപരമായ പഠനം ഏതാണ്? ശൃംഖല പഠനം, ചോദക പ്രതികരണ പഠനം, സിഗ്നൽ പഠനം, പ്രശ്ന നിർദ്ധാരണം. ഏതാണ് അടിസ്ഥാനപരമായിട്ടുള്ള സാധനം? അത് സിഗ്നൽ ലേണിംഗ് ആണ്, സിഗ്നൽ പഠനമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഗാഗ്നെ, ഗുഡ് നൈറ്റ് ഗാഗ്നെ. ഗാഗ്നെ 8 സ്റ്റേജസ് ഉണ്ട്. ഗാഗ്നയ്ക്ക് 8 സ്റ്റേജസ് ഉണ്ട്, മറക്കണ്ട, അതും ചോദ്യമാണ്. അതിൽ സിഗ്നൽ ലേണിംഗ് ആണ് ഏറ്റവും മോസ്റ്റ് ബേസിക് ആയിട്ടുള്ളത്. അങ്ങനെയാണ് ഓരോന്നും നമുക്ക് പഠിക്കണം. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, ദെൻ വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രശ്നപരിഹാര പഠനം, പ്രോബ്ലം സോൾവിങ്. ഇതിന് മലയാളത്തിലുള്ള വാക്കുകൾ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓർഡർ ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റും. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്. പഠിക്കാലോ, മലയാളത്തിലൂടെ കൺവേർട്ട് ചെയ്ത് തന്നിരിക്കുന്നതാണ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചാലും ഇതിന്റെ എഴുതാൻ പറ്റും. കാരണം ഇംഗ്ലീഷിലാണ്, അല്ല ഇംഗ്ലീഷ് മലയാളത്തിലാക്കിയാണ് പലപ്പോഴും ചോദ്യം വരാറുള്ളത്. ഇവിടുന്ന് ജസ്റ്റ് അതിന്റെ മീനിങ് മാത്രം മലയാളത്തിൽ നടങ്ങിയാൽ തന്നെ എഴുതാൻ പറ്റും. 8 എണ്ണം പഠിച്ചോണം, ബൈഹാർട്ട് ചെയ്തോണം. ദാ അവിടെ 8 എണ്ണം ഇംഗ്ലീഷിൽ വായിക്കാൻ മാത്രമായിട്ടും കൊടുത്തിട്ടുണ്ട്. അടുത്ത് ആൾപോർട്ടിന്റെ വ്യക്തിത്വ സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ മുഴുവൻ വ്യക്തിത്വത്തിലും ആധിപത്യം പുലർത്തുന്ന സവിശേഷതകൾ ഏതാണ്? ആൾപോർട്ടിന്റെ ട്രൈറ്റ്സ്, മധ്യ സവിശേഷണങ്ങൾ, മുഖ്യ സവിശേഷണങ്ങൾ, തൃതീയ സവിശേഷണങ്ങൾ, ദ്വിതീയ സവിശേഷണങ്ങൾ. വ്യക്തിയുടെ മുഴുവൻ വ്യക്തിത്വത്തിലും ആധിപത്യം പുലർത്തുന്നത് ഇതിൽ ഏതാ? അത് മുഖ്യ സവിശേഷതകളാ. ഒരു പക്ഷെ BEd കഴിഞ്ഞവർക്ക് ആ വേർഡ് കിട്ടിക്കാണില്ല. വില്യാർഡ് ആൾപോർട്ടിന്റെ തിയറിയിൽ, പേഴ്സണാലിറ്റിയുടെ തിയറിയിൽ, ട്രേറ്റ് ഡോമിനേറ്റ്സ് എ പേഴ്സൺസ് എൻറ്റയർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കാർഡിനൽ ട്രേറ്റ്സ് ആണ്. സെൻട്രലും സെക്കൻഡറി അവിടെ കിടപ്പുണ്ട്. കാർഡിനൽ ട്രേറ്റ്സ് ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ എന്താണ് ഓരോന്നും നോക്കാം. വില്യാർഡ് ആൾപോർട്ടിന്റെ വ്യക്തിത്വ സവിശേഷ സിദ്ധാന്തത്തിൽ, ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റിയിൽ, വ്യക്തിത്വം എന്നത് ചില പ്രത്യേക സവിശേഷതകൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ളതാണെന്ന് ആൾപോർട്ട് വിശ്വസിക്കുന്നു. ഒരു വ്യക്തിയുടെ പെരുമാറ്റം, ചിന്ത, വികാരങ്ങൾ എന്നിവയിലൊക്കെയുള്ള സ്ഥിരതയാർന്ന ശൈലികളാണ് ഈ സവിശേഷതകൾ. അദ്ദേഹം ഈ സവിശേഷതകളെ ട്രേറ്റ്സിനെ 3 തിരിക്കുന്നുണ്ട്. ഒന്നാമത് പഠിച്ചു വെക്കോ, പ്രധാന സവിശേഷതകൾ, കാർഡിനൽ ട്രേറ്റ്സ്, ആധിപത്യം പുലർത്തുന്നവ. ഇതെല്ലാവരിലും കാണാറില്ല, വളരെ അപൂർവമാണ്. എന്നാൽ ഒരാളിൽ ഇതുണ്ടായാൽ അത് അയാളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും മുഴുവനായി സ്വാധീനിക്കും. ആ വ്യക്തി അറിയപ്പെടുന്നത് തന്നെ ഈ ഒരു സവിശേഷതയുടെ പേരിലായിരിക്കും. മദർ തെരേസയുടെ കാരുണ്യം, മഹാത്മാഗാന്ധിയുടെ അഹിംസ, ഹിറ്റ്ലറിന്റെ അധികാരമോഹം, ഇതെല്ലാം അവരുടെ കാർഡിനൽ ട്രേറ്റ്സ് ആണ്, ആധിപത്യം പുലർത്തുന്ന പ്രധാന സവിശേഷതകളാണ്. നോട്ട് ചെയ്തു. ക്വസ്റ്റിന്റെ സോഴ്സ് ആണ്. എന്തോരം ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കാന്നറിയാവോ? അടുത്ത സെൻട്രൽ ട്രേറ്റ്സ്, കേന്ദ്ര സവിശേഷതകൾ, വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഒരു വ്യക്തിത്വത്തിന്റെ അടിത്തറ രൂപപ്പെടുത്തുന്ന പൊതുവായ സ്വഭാവങ്ങളാണിത്. കാർഡിനൽ ട്രേറ്റ്സ് പോലെ അത്രയധികം ആധിപത്യം പുലർത്തുന്നില്ലെങ്കിലും ദൈനംദിന പെരുമാറ്റത്തെ ഇവ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. മിക്ക ആളുകളിലും ഏകദേശം 5 മുതൽ 10 വരെയുള്ള കേന്ദ്ര സവിശേഷതകൾ കാണാം. മറ്റേതുപോലെ യുണീക്ക് അല്ല, 5 തൊട്ട് 10 എണ്ണൊക്കെ ഉണ്ടാവും. സത്യസന്ധനാണ്, സാമൂഹിക പ്രതിബദ്ധ, സോഷ്യൽ ആയിട്ടുള്ള ഒരു ധാർമ്മികതയുള്ള ആളാണ്, നാണം കുണുങ്ങൽ ഉള്ള ആളാണ്, ആക്രമണോത്സുകതയുള്ള ആളാണ്, ദേഷ്യം വരുന്ന ആളാണെന്നൊക്കെ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് പറയാറില്ലേ? ഒരാളെ കുറിച്ച് തന്നെ ഒരു 5 or 10 കാര്യങ്ങൾ പറയാൻ പറ്റില്ലേ? അതാണ് കേന്ദ്ര സവിശേഷതകൾ അഥവാ സെൻട്രൽ ട്രേറ്റ്സ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അടുത്ത 3ാമത്തത്, തൃതീയം എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് ഇല്ല കേട്ടോ. 3ാമത്തത് ദ്വിതീയ സവിശേഷ, സെക്കൻഡറി ട്രേറ്റ്സ് ആണ്. താല്പര്യങ്ങളും മനോഭാവങ്ങളും ഒക്കെ ഇതിനകത്താണ് വരുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രം പുറത്തു വരുന്നതും അത്ര സ്ഥിരതയില്ലാത്തതുമായ സ്വഭാവങ്ങളാണ് ഈ പറയുന്ന ദ്വിതീയ സവിശേഷതകൾ. ഇവ ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങളെയും സാഹചര്യങ്ങളോടുള്ള പ്രതികരണങ്ങളെയും കാണിക്കുന്നു. ഉദാഹരണമായിട്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ
നമുക്ക് റെസ്റ്റ്ലെസ് ആയിട്ട് അക്ഷമനായിട്ട് ബിഹേവ് ചെയ്യാം. സാധാരണഗതിയിൽ ശാന്തരാ പുള്ളി, പക്ഷെ വലിയൊരു ആൾക്കാരുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ മാത്രം അയാൾ ടെൻഷൻ ആവുക, പേടിക്കുക, അങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പം ഒരു വലിയ ക്രൗഡിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് വിറയ്ക്കുക, അതുവരെ ഒരു കുഴപ്പമില്ലാത്ത ആളാ. അതുപോലെ നോർമലി വാങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ ക്യൂവിൽ പോയി ക്ഷമ നിൽക്കാൻ പറ്റത്തില്ല. ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ദേഷ്യം വരിക, ഇതൊക്കെ ദ്വിതീയ സവിശേഷതകൾ, സെക്കൻഡറി ട്രേറ്റ്സിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ വായിക്കാൻ ഞാൻ തന്നിട്ടുണ്ട്, സമാനമായ കാര്യങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വായിക്കാം. കാർഡിനൽ ട്രേറ്റ്സ് എന്താണ് എന്നുള്ള അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ട്രേറ്റ്സ് എന്താണ് എന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിൽഡിംഗ് ബ്ലോക്ക് പേഴ്സണാലിറ്റി സെൻട്രൽ ട്രേറ്റ്സ് ആണ്. പ്രിഫറൻസും ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് സെക്കൻഡറി ട്രേറ്റ്സിനകത്ത് വരുന്നത്. ആൽപോർട്ടിന്റെ തിയറിയിലെ അടിസ്ഥാന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 5 ഹോട്ട് ടോപ്പിക്സ് യൂസ്ഫുൾ ആയോ എന്ന് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലെ ചോദ്യപ്പെട്ടിയിൽ നിന്ന് എടുക്കുന്ന 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ അഡീഷണൽ ഫാക്ടുകളും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ പ്രതീക്ഷയാണ്. ചോദ്യപ്പെട്ട മുഴുവൻ വെർഷൻ എവിടെയുണ്ട്? എൻട്രി ആപ്പിനകത്തുണ്ട്. സയൻസ് ചോദ്യപ്പെട്ടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മോസ്റ്റ് യൂസ്ഫുൾ ആവും നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. സോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.